2025 ഡിസംബർ 11 വ്യാഴാഴ്ച രാവിലെ തണുപ്പുള്ള ഈ പ്രഭാതത്തിൽ 7 മണിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. വീടിൻ്റെ 100 മീറ്റർ അപ്പുറത്ത് തന്നെ നിലമ്പൂർ കാടുകളായതുകൊണ്ട് തണുപ്പിന് കുറച്ച് കാഠിന്യത കൂടുതലാണ്. വോട്ട് രേഖപ്പെടുത്താനുള്ള ബൂത്ത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് കാനനപാതയിലൂടെ സഞ്ചരിച്ച് വേണം അവിടെ എത്തിച്ചേരാൻ. ഈ അതിരാവിലെ തന്നെ നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. കിഴക്ക് നിന്ന് പ്രഭാത സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴി സാധാരണഗതിയിൽ വന്യജീവികളുടെ പെരുമാറ്റമൊക്കെയുള്ള സ്ഥലങ്ങളാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഡിസംബർ 9 ചൊവ്വാഴ്ച തെക്കൻ കേരളത്തിലും ഡിസംബർ 11 വ്യാഴാഴ്ച വടക്കൻ കേരളത്തിലും. അത് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞ് ഡിസംബർ 13 വോട്ടെണ്ണലുമൊക്കെ ആയിരുന്നു. ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ്. അരുവികളും കവുങ്ങിൻതോട്ടങ്ങളും അതിനിടയിലൂടെ അരുവികൾ ഒഴുകുന്നതൊക്കെ. ഇതിനിടയിലൂടെ പുലർക്കാല മഞ്ഞും ഉദിച്ചു വരുന്ന സൂര്യനുമൊക്കെ കാണാൻ വളരെയധികം ഭംഗിയാണ്. ഇതിലൂടെയൊക്കെ ഒഴുകിയിരുന്ന ചില അരുവികളൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ റോട്ടിലൊക്കെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റിലപ്പാറ വഴി അരീക്കോടേക്ക് പോകുന്ന റോഡാണിത്. വീടിനടുത്തുള്ള സ്ഥലമാണെങ്കിലും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടേക്ക് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. ഈ റോഡിൻ്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു മനോഹരമായ തോട് ഒഴുകുന്നുണ്ട്. വളരെയധികം സംശുദ്ധമായ തണുപ്പുള്ള വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത്. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. പുഴയിൽ ഇറങ്ങാൻ പാടില്ല, വനത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ മലയടിവാരത്തിലേക്ക് എത്തിച്ചേരുന്ന തങ്ങളുടെ വോട്ടർമാരെ സ്വീകരിക്കാൻ വേണ്ടി ഓരോ പാർട്ടിക്കാരും ഒരുപാട് കൊടികളും തോരണങ്ങളും പോസ്റ്ററുകളും ഒക്കെ കൊണ്ട് ഇവിടെ ഈ റോഡ് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിരലിലെണ്ണാവുന്ന ചിലർ തങ്ങളുടെ വോട്ട് ചെയ്തു പോയി എന്നതൊഴിച്ചാൽ കൂടുതൽ ആളുകളൊന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. അതിരാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ വന്നു തുടങ്ങുക. മലയുടെ ഒരു ഭാഗത്തു കൂടി ഒഴുകുന്ന ഒരു തോടാണിത്. ഇത് പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുകയാണ്. തുള്ളി വെള്ളമല്ല. പലയിടത്തും യാത്രകൾ പോകാറുണ്ടെങ്കിലും തീരെ കൂടെ കൊണ്ടുപോയിട്ടില്ലാത്ത ഒരാളാണ് എൻ്റെ ചെറിയ പങ്ങള്. ഫോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെയും കൂട്ടി മലയുടെ മുകൾ ഭാഗത്തേക്ക് കയറാൻ തുടങ്ങി. ഈ മലയുടെ കുറച്ച് മുകൾ ഭാഗത്ത് താമസിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം പണിതിട്ടുള്ള വളരെ ഇടുങ്ങിയ വീതി കുറഞ്ഞ ചെറിയ ഒരു റോഡാണിത്. ഇതിൻ്റെ ഇരുവശവും തേക്ക് തൈകൾ നട്ടുപിടിപ്പിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും.